പ്രജിതെ, PC ജോർജിൻ്റെ കാര്യത്തിൽ എങ്ങനെയൊക്കെ ഈ കാര്യങ്ങളൊക്കെ എങ്ങനെ പോകും? PC ജോർജിൻ്റെ ഇപ്പോഴത്തെ ഈ വിഷയങ്ങൾ ചേട്ടാ, അദ്ദേഹം പറഞ്ഞതേ ഒരു മാസം മുമ്പ് നടത്തിയ ഒരു ചാനൽ ചർച്ചയിൽ നടത്തിയ ഒരു അഭിമുഖമാണ് ഇപ്പോൾ ഇത്രയേറെ വിഷയങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ഇവർക്കാർക്ക് ഈ ഒരു മാസം മുമ്പ് ഇത് പറഞ്ഞു ഇത് ഒരു ചാനൽ ചർച്ചയിൽ വരുന്ന കാര്യങ്ങളെല്ലാം പിറ്റേ ദിവസമാണെങ്കിലും നമുക്ക് കൊടുക്കാം. പക്ഷേ എന്തുകൊണ്ടാണ് ഇത്ര വൈകി ഒരു കേസും കൂട്ടവും ഒക്കെയായി PC പൂട്ടാനുള്ള ഒരു നീക്കം നടത്തുന്നത്? ചേട്ടൻ അത് ചിന്തിച്ച് നോക്കിയിട്ടുണ്ടോ? മറ്റൊന്നുമല്ല, അദ്ദേഹത്തിന്റെ ഈ കൈകൾ ശുദ്ധമാണ്. വീട്ടിൽ ഇരിക്കുന്നവരെ ഒന്നും പറയരുത്, അല്ലേ? വാളുകൾക്കിടയിലൂടെ നടന്നൊരു പാരമ്പര്യമുണ്ട്. ഈ കഥ കേട്ടേ മലയാളിയുടെ ചെവി ചെകടിച്ചു പോയിട്ടുണ്ട്. അപ്പൊ ഞാൻ പറയുന്നത് ഈ പറഞ്ഞതുപോലെ തന്നെ അദ്ദേഹത്തിന്, അതായത് നമ്മുടെ മുഖ്യമന്ത്രിക്ക് PC പൂട്ടാൻ കിട്ടിയ ഒരു അവസരമാണിത്. കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ PC കാര്യം എല്ലാവർക്കും അറിയാം. PC എല്ലാവർക്കും ഇഷ്ടവുമാണ്. ഒരു വിഭാഗം ഇല്ലാത്തവരുണ്ടാവും, എന്നാലും ഭൂരിഭാഗം ആളുകൾക്കൊക്കെ ഇഷ്ടമാണ്. അത് കാരണം വെച്ച് കഴിഞ്ഞാൽ ഇടത് വലത് മാറി നിന്ന് അദ്ദേഹം പരീക്ഷിച്ചൊക്കെ നോക്കിയിട്ടും PC ജനത്തിൻ്റെ മനസ്സിൽ ഒരു ഇടമുണ്ട്. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹം ഈ പറയുന്നത് പോലെ നമുക്ക് സാധാരണ ഒരു ജനത്തിൻ്റെ മനസ്സിൽ നിന്ന് പറയുന്ന വാക്കും പ്രവൃത്തിയൊക്കെ ഉണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള പ്രവൃത്തി പറയുന്ന മറ്റൊരാൾ ഇടുക്കിയിലുണ്ട്. പക്ഷേ അദ്ദേഹം പറയുന്ന പല കാര്യങ്ങളെയും അവരങ്ങ് 1 2 3 പറഞ്ഞാലും അങ്ങ് ക്ഷമിക്കും, അങ്ങ് പോട്ടുന്ന് എന്ന് വയ്ക്കും. പക്ഷെ PC പറയുമ്പോൾ അങ്ങനെയല്ല. PC ഉള്ള കാര്യം പറയും. ഈ ഈരാറ്റുപേട്ട ഉണ്ടാക്കിയെടുത്തത് സത്യം പറഞ്ഞാൽ PC അല്ലേ? PC അറിയാത്ത എന്തെങ്കിലും ഒരു കാര്യം അവിടെ ഉണ്ടായിട്ടുണ്ടോ? അതില്ല. അപ്പോൾ ഈ ഈരാറ്റുപേട്ടയിൽ നിന്ന് PC ഇത്രയേറെ ജനസമ്മതിയോടുകൂടി പിന്നീട് BJPയിലേക്ക് പോകുന്നു. PCയും മകനും. PCയുടെ മകൻ ഷോൺ ജോർജ് മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയൻ്റെ കൂടിയിട്ട് എന്താ പറയുക, തട്ടിയിട്ടും കുടഞ്ഞിട്ടും ഒന്നും പോകുന്നില്ല. പുള്ളി വിടാതെ പിടിച്ചിരിക്കുകയാണ്. അപ്പോൾ വിടാതെ പിടിച്ചിരിക്കുമ്പോൾ എങ്ങനെയെങ്കിലും ഇതിനെ തട്ടി ഒന്ന് അകത്താക്കണ്ടേ? അപ്പോൾ അച്ഛനെ തൊട്ട സ്വാഭാവികമായും മകന് നോവും എന്നുള്ളത് അറിയാം. കാരണം അങ്ങനെ നോവുന്ന ഒരച്ഛൻ തന്നെയാണ് പിണറായി. അപ്പോൾ മകന് നോവും. അല്ലെങ്കിൽ ഇപ്പോൾ ഈ ഒരു വിഷയം എടുത്തിട്ട് ഈ ഒരു മാസം മുമ്പ് നടത്തിയ ഈ ഒരു പ്രസംഗം ഇട്ടിട്ട് അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്നൊരല്പം വിട്ടുപോയിട്ടുണ്ട്. അദ്ദേഹം ഉദ്ദേശിച്ച കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാത്തിനെയും എന്നല്ല, അദ്ദേഹത്തിനെ അവിടെ ഒറ്റപ്പെടുത്തിയിരുന്നു ഈ ഒരു വിഭാഗം എന്ന് പറയുമ്പോഴും SDPI PFI പ്രവർത്തകർ ഏറെയുള്ളൊരു സ്ഥലമാണ്. അതിൻ്റെ പല അനുഭവങ്ങളും PC പലവട്ടം പറഞ്ഞിട്ടുള്ളതുമാണ്. അപ്പോൾ ഈ PC അവിടെ ഒറ്റപ്പെടുത്താനുള്ള ശ്രമങ്ങൾ നടന്നിട്ടുണ്ടായിരുന്നു. അതായത് അതെ, അതാണ് 2021 ഇതുപോലെ ഒരു നാക്കുളുക്ക് PC വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് PC അവിടെ പോയി. അപ്പോൾ ആ സമയത്ത് PC വിളിച്ചിട്ട് ഒരു SDPI നേതാവ് പറഞ്ഞൊരു കാര്യം PC തന്നെ പറയുന്നുണ്ട്. ഇതൊരു ടെസ്റ്റ് ഡോസ് ആണെന്നാണ് പറഞ്ഞത്. ഇതൊരു ടെസ്റ്റ് ഡോസ് ആണ്. അപ്പോൾ ഇത് തൊടുപുഴയിലും ആവർത്തിക്കുമെന്ന് കൂടി പറഞ്ഞു വയ്ക്കുന്നുണ്ട്. അപ്പോൾ PC ചോദിക്കുന്നുണ്ട്, എന്നെ ഭീഷണിപ്പെടുത്താൻ ഇവനൊക്കെ ആരാ? PC തനത് ശൈലിയിലാണ് ആ ചോദ്യം. എന്നെ ഭീഷണിപ്പെടുത്താൻ നീയൊക്കെ എന്നാടാ ആയേ എന്നുള്ളത് തന്നെയാണ് അദ്ദേഹം ചോദിച്ചത്. പിന്നെ വേറൊരു കാര്യം ചോദിക്കട്ടെ, ഈ എന്താ പറയുക, അദ്ദേഹം പറഞ്ഞത് മുസ്ലിം ലീഗ് ഒരു വർഗീയ പാർട്ടിയാണെന്നും ഒരു മുസ്ലിമുകളെയും വിശ്വസിക്കാൻ പാടില്ല, കൂറ് രാജ്യത്തോടല്ല പാകിസ്ഥാനോടാണ് എന്ന് പറയുന്നുണ്ട്. അതിനു മുമ്പ് ഇതിൻ്റെ ഒരു ബാക്കി പത്രങ്ങളൊക്കെ പറയുന്നുണ്ട്. നമുക്കറിയാമല്ലോ ഈ മീഡിയാസ് എന്താ ചെയ്യുക, വേണ്ട ഒരു മേജർ സന്ദീപ് ഉണ്ണികൃഷ്ണന്റെ കാര്യമൊക്കെ നമുക്കറിയാം. അപ്പോൾ ആ മീഡിയാസ് ആ മുറിച്ചെടുത്ത ഭാഗം മാത്രമാണ് വ്യാപകമായിട്ട് പ്രചരിപ്പിച്ചത്. അങ്ങനെയെങ്കിൽ ഇവർ പറയണം അതെ, ദ എഡിറ്റഡ് പോർഷൻ. അപ്പോൾ ഇത് പറഞ്ഞതിന് ശേഷം, ഈ ഒരു നാക്കുൾക്ക് വന്നതിന് ശേഷം PC-യുടെ വീടിനടുത്തുള്ള PC-യുടെ സുഹൃത്തിൻ്റെ മുസ്ലിം വിഭാഗത്തിലുള്ള ഒരു സുഹൃത്തിൻ്റെ മകൻ്റെ കല്യാണത്തിലോ മറ്റോ അദ്ദേഹം മരിച്ച സ്ഥലത്ത് മരിച്ച വിവരം പോലും PC അറിയിക്കാതിരിക്കാനുള്ള ശ്രമം അവിടെ നടത്തി. മാത്രമല്ല ആ സമയത്ത് PC-യെ ഒരു കല്യാണ ചടങ്ങിൽ പോലും
എന്താ പറയുക വിളിക്കാത്ത രീതിയിലേക്ക് സത്യത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫത്വ തന്നെ ഈ വിഭാഗം ഏർപ്പെടുത്തി എന്നുള്ളതാണ്. അതും നല്ല മനസ്സുള്ളവരല്ല കേട്ടോ, അതും പറയേണ്ടിയിരിക്കുന്നു. അതും ഈ പറയുമ്പോൾ എടുത്തു തന്നെ പറയണം. ചില വർഗീയ താല്പര്യമുള്ള ആളുകളാണ് ഇതിനൊക്കെ പിന്നിൽ കിടന്ന് കളിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഫത്വ ഏർപ്പെടുത്തിയതിൻ്റെ ഒക്കെ ഒരു വിഷമം അത് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ നിന്ന് മാറാതെ നിൽക്കുന്നുണ്ട്. ഒരു മനുഷ്യനാണ്, നമ്മുടെ ഉള്ളിൽ തട്ടിയ ഒരു വിഷമം, ഒരു വിഷയം വരുമ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു സമയത്ത് അതൊന്ന് പറഞ്ഞു പോവും. അപ്പോൾ ആ ഒരു തരത്തിലുള്ള അഭിപ്രായ പ്രകടനം അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് കൈവിട്ട് പോയിട്ടുണ്ട്. ഒരു ചെറിയൊരു മിസ്റ്റേക്ക് അദ്ദേഹത്തിന് വന്നിട്ടുണ്ട്. പക്ഷേ ആ വിഷയം ഇപ്പോൾ ഇതെടുത്തിടുന്നതിനൊക്കെ പിന്നിൽ PC പൂട്ടുക എന്നുള്ള മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഒരൊറ്റ ലക്ഷ്യം തന്നെയാണ്. ഇതിനു മുമ്പും PC പലതരത്തിൽ അദ്ദേഹത്തിന്റെ ഒരു നാക്കുളുക്കുകളൊക്കെ വന്നിട്ടുണ്ട്. പക്ഷെ അതൊക്കെ ജനം എന്താ പറയുക കേൾക്കുകയും അതേപോലെ തന്നെ തള്ളുകയും അദ്ദേഹത്തിന് ജാമ്യം ലഭിക്കുകയും ഒക്കെ ചെയ്തതാണ്. ഇത്തവണ ഇപ്പോൾ ഷോൺ ജോർജ് ചോദിക്കുന്നുണ്ട് തീവ്രവാദ സംഘടനകൾ എന്നല്ലാണ്ട് KCYM എന്ന് പറയാൻ സാധിക്കുമോ എന്നാണ് ഷോൺ ചോദിച്ചത്. അവിടെ SDPIയുടെയും PFIയുടെയും പ്രവർത്തനം കൂടുതലാണ്, തടഞ്ഞു വെച്ചിട്ടുണ്ട്. PC ഉൾപ്പെടെയാന്ന് തോന്നുന്നു. ആ ഒരു അനുഭവമൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോൾ ആ ഒരു സ്ഥലത്ത് ചങ്കൂറ്റത്തോടെ ഇറങ്ങി നിന്നിട്ട് നിങ്ങൾ ആരും ഒന്നും ചെയ്യില്ല എന്ന് പറഞ്ഞവനാണ് ഈ പറഞ്ഞ PC ജോർജ് എന്ന് പറയുന്നത്. അപ്പൊ ഈ PCയെ പൂട്ടാൻ തക്കം പാർത്തിരുന്ന പിണറായിക്ക് ഇത്തവണ PCയുടെ നാവിൽ നിന്ന് വന്ന ഈ ഒരു നാക്കുപിഴ വീണ് കിട്ടിയ ഒരു സാധനം പിടിച്ചു. അത് ഈ ഒരു മാസത്തിന് ശേഷം, കഴിഞ്ഞ മാസമാണ്, ജനുവരിയിലാണ് ഈ സ്റ്റേറ്റ്മെന്റ് വന്നിട്ടുള്ളത്. ആ ഒരു മാസത്തിന് ശേഷം എടുത്തിടുന്നു. അതിനുശേഷം എല്ലാവർക്കും ജാമ്യം കൊടുക്കുന്ന ഹൈക്കോടതി ജഡ്ജിയായിട്ടുള്ള എന്താ പറയുക അദ്ദേഹത്തിന്റെ പേര്. അപ്പോൾ എല്ലാ കാര്യങ്ങൾക്കും ഈ പറയുന്ന പോലെ ജാമ്യമൊക്കെ കൊടുക്കുന്ന ഒരു ജഡ്ജിയാണ് ഇപ്പോഴുള്ളത് PV കുഞ്ഞികൃഷ്ണൻ. അദ്ദേഹത്തിന്റെ മുമ്പിലേക്ക് എത്തുമ്പോൾ അതായത് PCക്കെതിരെ പറഞ്ഞിട്ടുള്ളത് എല്ലാ വകുപ്പുകളും തന്നെ, അതായത് ഒരു തരത്തിലും PC പുറത്തിറങ്ങരുത് എന്ന് പറഞ്ഞിട്ട് PC ഇതുവരെ പറഞ്ഞിട്ടുള്ള ഓരോ കാര്യങ്ങളും അക്കമിട്ട് നിരത്തിയിട്ടുള്ള ഒരു കാര്യമാണ് ഈ 28 പേജുള്ള വിധിന്യായത്തിലേക്ക് ജഡ്ജ്മെന്റിൽ PCയുടെ നിയമലംഘനങ്ങൾ പറയുമ്പോൾ ഉള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് ജാമ്യം നിഷേധിക്കേണ്ടി വന്നത് ആ ജഡ്ജിക്ക്. അപ്പോൾ ഈ PCയെ ഇത്തരത്തിൽ വർഗീയവാദി എന്ന് പറഞ്ഞിട്ട് PCയെ ഇത്രയേറെ അപമാനിക്കുമ്പോൾ എനിക്ക് ചോദിക്കാനുള്ള ഒരു ചോദ്യം, ഈ ഹമാസ് നേതാക്കളുടെ പടം, യഹ്യ സിൻവറിൻ്റെ ഉൾപ്പെടെയുള്ളവരുടെ പടം ആനപ്പുറത്തേറ്റി അമ്പാരിയും വിളക്കുമായി നടന്നവർ, അവരെയൊക്കെ എന്താണ് വിളിക്കേണ്ടത്? ഇത് ഹമാസ് നേതാവിനെ പങ്കെടുപ്പിച്ചുകൊണ്ട് സമ്മേളനം നടത്തി അവരുടെ പ്രസംഗങ്ങൾ വൈറലാക്കാൻ നടക്കുന്നവരെ എന്താണ് പറയേണ്ടത്? അരിയും മലരും കുന്തിരിക്കവും കേരളം മറന്നിട്ടില്ല. അവരെ എന്ത് പറയും? അമ്പലനടയിൽ പച്ചയ്ക്ക് കൊളുത്തും എന്ന് പറയുന്നു. ഇവരെയൊക്കെ ഈ വിഷയങ്ങളൊന്നും ഉണ്ടായപ്പോൾ ഇത്രയേറെ മുറവിളി, ഈ PCയെ പൂട്ടാൻ വേണ്ടി നടത്തുന്ന മുറവിളിയും ഈ പെടപ്പും ഒന്നും ഈ പിണറായിക്കും ഉണ്ടായിട്ടില്ല, ഈ മാധ്യമങ്ങൾക്കും ഉണ്ടായിട്ടില്ല. അത് ചേട്ടൻ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അതായത് ഇനി ഞാനൊന്ന് അല്പം സംസാരിക്കാം. അതായത് ഇപ്പോൾ പ്രജിത സംസാരിച്ചതിലൊരു കാര്യം പറഞ്ഞു, അദ്ദേഹത്തിന് ഈരാറ്റുപേട്ടയിൽ എന്തോ ഫത്വ ഏർപ്പെടുത്തിയെന്ന്. ഈരാറ്റുപേട്ടയിൽ അദ്ദേഹം ജയിച്ചിരുന്നതിൽ, അതായത് CPM എന്ന് പറയുന്ന പാർട്ടി അവരുടെ ഒരു പാർട്ടി മെമ്പറാണെങ്കിൽ പോലും അവർക്ക് ഇഷ്ടപ്പെടാത്ത ഒരാളായി കഴിഞ്ഞാൽ അയാളെ ടാർഗറ്റ് ചെയ്യും, അവൻ്റെ കുടുംബം മുച്ചൂടും മുടിക്കും. അതാണ് ഈ പാർട്ടിയുടെ ഒരു പ്രത്യേകത. അത് X or Y ആരായിരുന്നാലും. അപ്പോൾ അത്തരത്തിൽ ഈരാറ്റുപേട്ട എന്ന സ്ഥലത്ത് ഇത്തരത്തിൽ ഈ CPM എന്ന് പറയുന്ന പാർട്ടി അല്ലെങ്കിൽ കോൺഗ്രസിൽ അവരെ എല്ലാം വിട്ട് മുസ്ലിം വോട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം അവിടുന്ന് ജയിച്ചിരുന്നത്. ഈ പറയുന്ന SDPI എന്ന പാർട്ടി, ഈ ഭീകരവാദ സംഘടന പകല് CPM-ഉം രാത്രി SDPI മാറുന്നവന്മാരെ എന്ന് CPM കൂടെ കൂട്ടാൻ ശ്രമിച്ചോ അന്ന് മുതൽ SDPI വെച്ച് അദ്ദേഹത്തിനെ തോൽപ്പിക്കാനായി CPM ശ്രമിച്ചതിൻ്റെ ഫലമാണ് അവർക്കിപ്പോൾ അദ്ദേഹത്തെ തോൽപ്പിക്കാൻ കഴിഞ്ഞത്. പക്ഷേ ഏത് തരത്തിൽ ഫത്വ ഏർപ്പെടുത്തിയാലും ഇപ്പോൾ പ്രജിത പറഞ്ഞ പോലെ ഈരാറ്റുപേട്ട എന്ന സ്ഥലവും ആ ഒരു സ്ഥലത്തിൻ്റെ മഹിമ, അദ്ദേഹം MLA ആയിരുന്ന സ്ഥലത്ത് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതെല്ലാം രണ്ട് മുന്നണികളുടെ ഇടയിൽ നിന്നുകൊണ്ട് ചെയ്തൊരു നേതാവാണ്.
CPM എന്ന് പറയുന്ന പാർട്ടിയുടെ ഈ ഭരണത്തിന്റെ ഏതാണ്ട് ഈ അവസാന ഘട്ടത്തിൽ നിന്ന് നിൽക്കുമ്പോൾ തന്നെ നാം പറയുകയാണ്, നമുക്ക് തോന്നുന്ന ഒറ്റ കാര്യം, ഏതാണ്ട് ഒരു 2.5 കൊല്ലം മുമ്പ് മറ്റോ ആണ് ഈ പൊളിറ്റിക്കൽ സെക്രട്ടറി ശശി എന്നൊരു അവതാരത്തിനെ ഇദ്ദേഹത്തിന്റെ പേഴ്സണൽ സ്റ്റാഫിലേക്ക് കൊണ്ടുവരുന്നത്. അന്ന് മുതൽ തന്നെ ഈ ഭരണത്തിന്റെ CPM-ന്റെയും ഈ സർക്കാരിന്റെയും ഏറ്റവും മോശം സമയം ആരംഭിച്ചു എന്നുള്ളതിന്റെ വ്യക്തമായ തെളിവാണ്. ഒരു ക്രിയേറ്റഡ് സ്റ്റോറി ആയിരുന്നു സോളാർ കേസിലെ സരിത നായർ അല്ലെ, ഈ പറയുന്ന യുവതിയുമായി ചേർത്തുകൊണ്ട് ഈ പറയുന്ന PC ജോർജിന്റെ മേലൊരു കഥ കെട്ടിച്ചമച്ചുണ്ടാക്കി അദ്ദേഹത്തിനെ പൂട്ടാനായിട്ടുള്ള ഒരു കഷണ്ടി തലയുള്ളവർക്ക് ഇത്രയും ബുദ്ധിയുണ്ടോ എന്നുള്ള കാര്യം ആലോചിച്ചു പോയി. കാര്യം ഈ P ശശിക്ക് അത്രയും ബുദ്ധിമാനാണോ കാണിച്ചത്? ഏറ്റവും ബ്ലണ്ടർ ആയിരുന്നു അദ്ദേഹം, ഭയങ്കര ബുദ്ധിമാൻ. ഞാൻ പറഞ്ഞ കഷണ്ടി തലവർക്ക് ബുദ്ധിയുണ്ടോന്ന് ചോദിച്ചാൽ എൻ്റെ ഒരു അതിശയോക്തി കൊണ്ട് ചോദിച്ചതാ. അതിന്റെ ഒരു പൊളിറ്റിക്കൽ സെക്രട്ടറി എന്ന രീതിയിൽ അദ്ദേഹം എടുത്ത തീരുമാനം അട്ടർ പരാജയമായിരുന്നു. അദ്ദേഹത്തിന്റെ വീട് വളഞ്ഞ് അതിഭീകര, അതായത് CPM-ന്റെ ഒരു വൈര്യ ഒരു ശത്രു സംഹാരം നടത്തുക എന്നുള്ളത് തന്നെയായിരുന്നു. ആ ഒരു രീതിയിൽ അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്തു. എന്നിട്ട് അദ്ദേഹം പുഷ്പം പോലെ ജാമ്യം എടുത്ത് തിരിച്ചു വന്നു അല്ലെ. അപ്പൊ ആരൊക്കെ, അൻവറിന്റെ കേസ് നമ്മൾ കണ്ടതാണ്. അപ്പൊ ഇതൊക്കെ ആ ജാമ്യം എടുത്ത് വന്നപ്പോൾ തന്നെ പരാജയമായിരുന്നു. ഇപ്പോൾ ഞാൻ ഒരു കാര്യം കൂടെ പറയാം. ഇതിനെ വീണ്ടും അദ്ദേഹത്തിന്റെ മകൾക്കെതിരെ കരിമണൽ കർത്തയുടെ കയ്യിൽ നിന്ന് കാശ് വാങ്ങിച്ചു എന്ന് SFIOയുടെ അന്വേഷണത്തിന്മേൽ ഒരു തടയിടാൻ ഇപ്പോൾ അല്പം പ്രയോഗം പറഞ്ഞ പോലെ ഒരു മകന്റെ മേൽ അച്ഛന്റെ ഒരു സംഭവം ഉണ്ടാകുമ്പോൾ മകൻ ഈ കേസിൽ നിന്നെല്ലാം മാറുകയോ അല്ലെങ്കിൽ ഒരു കോംപ്രമൈസിലേക്കോ എത്തിക്കാമെന്നുള്ള തെറ്റായ ധാരണയാണെന്നുണ്ടെങ്കിൽ നാം ഈ പറഞ്ഞ അദ്ദേഹത്തിനെ എതിർക്കുന്ന മാധ്യമങ്ങളായാലും മറ്റു രാഷ്ട്രീയ പാർട്ടികളായാലും അദ്ദേഹത്തെ മനസ്സുകൊണ്ട് ഇഷ്ടപ്പെടുന്ന ഒരു സമൂഹം ഇവിടെ ഉള്ളതുകൊണ്ടും മറ്റൊന്നുമല്ല, ഇതൊന്നും അദ്ദേഹത്തിന് ഒരു സംഭവമാകുന്നില്ല. കൊലക്കുറ്റത്തിനൊന്നും എന്തായാലും വിധിക്കാൻ പോകുന്നില്ലല്ലോ. അറസ്റ്റ് ചെയ്താൽ ഇന്ത്യൻ നിയമവ്യവസ്ഥയിൽ പുറത്തു വരാനുള്ള എല്ലാ വ്യവസ്ഥകളും ഉണ്ട്. പിന്നെ പ്രീത ഇപ്പൊ പറഞ്ഞ പോലെ കേവലം ഒരു ചാനൽ ചർച്ചയ്ക്കിടയിൽ ഉണ്ടായ ഒരു വാക്കിനെ, ഒരു നാവ് പിഴയെ എടുത്ത് പിന്നെ ഈ പറയുന്ന ജഡ്ജ് കുഞ്ഞികൃഷ്ണൻ എന്ന ജഡ്ജിന് കൊടുത്ത അവിടെ കുറ്റപത്രമല്ല, അതായത് ആ ജഡ്ജ്മെന്റിൽ പറയുന്ന ഇതിലെ ഏറ്റവും പ്രശ്നമായത് എന്താണെന്ന് അറിയാം, ഈ പ്രോസിക്യൂഷൻ ശരിക്കും പെട്ടുപോയി. കാരണം PC പൂട്ടണം എന്നുള്ളതാണ് ഇവർക്ക് കിട്ടുന്ന നിർദ്ദേശം. അപ്പൊ സർക്കാർ പറഞ്ഞിട്ടുള്ളത്, പ്രോസിക്യൂഷൻ അടുത്ത് പറഞ്ഞിട്ടുള്ളത് പൂട്ടിക്കണം എന്നാണ്. അപ്പൊ എന്തെല്ലാം ചെയ്യാമോ, ഏതെല്ലാം വിവരങ്ങൾ ശേഖരിക്കാമോ പണ്ട് മുതലുള്ള, അതായത് PC-യുടെ ജീവചരിത്രമാണ് 28 പേജിലുള്ള ജീവചരിത്രം. അതായത് PC-ക്ക് അതിന് മുമ്പ് വന്നിട്ടുള്ള സകല നാക്കുപിഴ, അതായത് വീണ്ടും കോടതിയെ ലക്ഷ്യം എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. അതായത് PC മുൻപും ഇതുപോലെ വാവിട്ട ചില വർത്താനങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അതിൽ നിന്ന് ഊരിപ്പോന്നിട്ടുണ്ട്. അതാ ഞാൻ പറഞ്ഞത്, ഇടുക്കിയിൽ ഒരു ആശാനുണ്ട്, എന്തെല്ലാം പറഞ്ഞിട്ടുണ്ട്, ഈ പുകിലുകളൊക്കെ അന്നേരം ഉണ്ടാക്കിയിട്ടുണ്ട്. ചേട്ടാ, ഞാൻ അതാ ചോദിക്കുന്നത്, PC ഇത് പറഞ്ഞു, PC പറഞ്ഞതിലെ ചില കാര്യങ്ങൾ മാത്രം സംസാരിക്കുക. PC പറഞ്ഞത് നമ്മുടെ നാട്ടിൽ വർഗീയ ശക്തികൾ ശക്തി പ്രാപിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് PC പറഞ്ഞു വെക്കാൻ ശ്രമിച്ചത്. പക്ഷെ അദ്ദേഹത്തിന്റെ ചില വികാര വിക്ഷോഭങ്ങൾ കാരണം പറഞ്ഞപ്പോൾ അടച്ചു പറഞ്ഞുപോയി, അവിടെ ഒരു പിഴവ് വന്നു. പക്ഷേ PC പറഞ്ഞതിൽ തെറ്റില്ല എന്ന് അതായത് PC പറഞ്ഞത് തെറ്റാണെന്ന് പറയാൻ ഇവർക്ക് പറ്റുമോ? ഇവിടെ ഈ പറയുന്ന ഈ ഹമാസ് ഓളികളെ ഒക്കെ എടുത്ത് തലയിൽ വെച്ച് കൊണ്ടു നടക്കുന്നവന്മാരെയൊക്കെ എന്ത് ചെയ്യും? എന്നിട്ട് അതിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അതെന്തെങ്കിലും പ്രശ്നമുണ്ടോ? അരിയും മലരും കുന്തരിക്കും അത് പ്രശ്നമുണ്ടോ? ആർക്കെതിരെങ്കിലും എന്താ പറയുക, ഒരു ശിക്ഷാ നടപടി? ഏറ്റവും അവസാനം പറഞ്ഞില്ലേ, ഹിന്ദുക്കളെ അമ്പലനടയിൽ പച്ചയ്ക്ക് കത്തിക്കുമെന്ന് പറഞ്ഞില്ലേ, അപ്പോൾ പ്രശ്നമുണ്ടായിരുന്നോ? അപ്പൊ ഈ പറയുന്ന പ്രമുഖ മാധ്യമങ്ങൾക്കൊന്നും യാതൊരു പ്രശ്നവും ഉണ്ടായിരുന്നില്ലല്ലോ, അവരൊരു ചർച്ച പോലും മര്യാദക്ക് വെച്ചില്ലല്ലോ. നിങ്ങൾ എന്താ വിചാരിക്കുന്നേ? ഈ പറയുന്ന പോലെ ഒരു ടീമിനെ ഇരുത്തിയിരിക്കായിരുന്നു, അതിൽ എന്തെങ്കിലും ഒന്ന് കിട്ടണം, ബുദ്ധി ഉപയോഗിച്ച് പൊളിറ്റിക്കലി അങ്ങ് തകർക്കാൻ. ഇതിൽ ഒരു ചുക്ക് സംഭവിക്കാൻ പുഷ്പം പോലെ ഇറങ്ങുകയും ചെയ്യും. നമ്മളെ ഇന്ത്യൻ നിയമവ്യവസ്ഥയിൽ അദ്ദേഹം ചിലപ്പോൾ പിടിക്കുമായിരിക്കും, അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്യുക, അദ്ദേഹത്തിനെ ഒരിക്കലും അദ്ദേഹത്തിന്റെ വീട് മൊത്തത്തിൽ വളഞ്ഞ. മറ്റൊരു കാര്യം കൂടിയുണ്ട് ചേട്ടാ, PC-യെയും ഷോൺ ജോർജിനെയും BJP-ക്ക് ആവശ്യമുള്ളത് കൊണ്ട് തന്നെയാണ് അവർ ചേർത്തത്. PC-ക്ക് അത്തരത്തിൽ ഏതെങ്കിലും ഒരു രീതിയിൽ PC-യെ ഇതാക്കാനുള്ള നീക്കം ഉണ്ടെന്നുണ്ടെങ്കിൽ BJP ഇടപെടും. ഇവിടെ പല എന്താ പറയാ, PFI-യെ പൂട്ടിയ പോലെ NIA പലയിടങ്ങളിലും കിടന്ന് കറങ്ങുന്നുണ്ട്. NIA എവിടം വരെ അന്വേഷണം നടത്തുന്നുണ്ടെന്ന് ഇവിടെ നിന്നുള്ളവന്മാരെ ചൂണ്ടി അങ്ങ് എത്തിച്ചു കഴിഞ്ഞിട്ടേ അറിഞ്ഞിട്ടുള്ളൂ പലപ്പോഴും. അപ്പോൾ വെറുതെ ഒന്നും ആയിരിക്കില്ല, ഈ പറയുന്ന സകല ഹമാസിന് സിന്ദാബാദ് വിളിച്ചവരെയും പൂട്ടിക്കഴിഞ്ഞിട്ടേ കേരള മുഖ്യൻ ഇതെല്ലാം വിവരം അറിയുകയുള്ളൂ. അതുകൊണ്ട്
മോദിയും BJP ഒന്നും PC യെ പൂട്ടാൻ ആഗ്രഹിക്കുന്നതിലൊന്നും വെറുതെ വിളിക്കില്ല. പാർട്ടിയുടെ ചില ജില്ലാ സെക്രട്ടറിമാരൊക്കെ പെട്ടേക്കാം. ആ പെടട്ടെ, സത്യം പുറത്ത് വരട്ടെ. ഈ തലയിൽ മുണ്ടിട്ടുണ്ട് ഈ മാതിരി തെണ്ടിത്തരം ചെയ്യുന്നവരൊക്കെ പെടട്ടെ എന്നേ ഞാനും പറയുള്ളൂ.